വരുന്ന ഒരു കാര്യം സംഭവിക്കാതിരിക്കാനും വേണ്ടി യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞു. എന്നാൽ റിവായത്തുകൾ പ്രകാരം നമുക്ക് ആദ്യം പറഞ്ഞതാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം കണ്ണേറിനെ ഭയപ്പെട്ടു. ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. ശേഷം പറയുന്നത് വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ്. ഈ ആയത്ത് ഒരുപാട് അഖീദാപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരായത്താണ്. അഖീദാപരമായ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആയത്താണ്. അതിൽ വീണ്ടും പറയുന്നത് വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ. സംഗതി ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താലും വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, അള്ളാഹുവിൽ നിന്ന് വല്ല ഖദറും നിങ്ങൾക്ക് വല്ലതും ബാധിക്കണം. അത് കണ്ണേറാവട്ടെ, മറ്റു മുസീബത്തുകളാകട്ടെ, സിഹ്റാകട്ടെ, വേറെ എന്ത് തന്നെയാകട്ടെ, അത് നിങ്ങളെ ബാധിക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ സബബ് കൊണ്ട് കാര്യമില്ല. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ ഐ വമാ അഖ്ദിറു അൻ അദ്ഫഅ അൻകും മിൻ ഖദാഇല്ലാഹ് അല്ലദീ ഖദ് ഖളാഹു അലൈക്കും മിൻ ഷൈഇൻ സഗീരിൻ വലാ കബീരിൻ ലിഅന്ന ഖളാഅഹു നാഫിദുൻ ഫീ ഖൽഖിഹി. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അള്ളാഹുവിൻ്റെ വല്ല ഖളാഉം വന്നു കഴിഞ്ഞാൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരാൻ എനിക്ക് കഴിയില്ല. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഹുക്മിനുള്ള അധികാരം അള്ളാഹുവിനാണ്. അതിനെ മറികടക്കാൻ ഒരാൾക്ക് കഴിയില്ല. അള്ളാഹു നൽകിയത് തടയാനോ അള്ളാഹു തടുത്തത് നൽകാനോ ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ ശർഈയായ ഹുക്മുകളും കൗനിയായ ഹുക്മുകളും അഥവാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ എന്തൊക്കെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംറു, അള്ളാഹു ചോദിക്കുന്നുണ്ട്, സൃഷ്ടിക്കുന്നവൻ തന്നെയല്ലയോ, സൃഷ്ടിപ്പും കൽപ്പനയും അള്ളാഹുവിൻ്റെ അധികാരത്തിലല്ലയോ? അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ സൃഷ്ടികളിൽ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നതും അള്ളാഹു തന്നെയാണ്. ആത്യന്തികമായി ആ തീരുമാനാധികാരം അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലെയും ഹുക്മ് അള്ളാഹുവിനുള്ളതാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല. അപ്പോൾ ശരീഅത്തിൽ ഒരു കാര്യം, മതപരമായ ഒരു കാര്യം നിശ്ചയിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്. രോഗമുണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ഹുക്കുമനുസരിച്ചാണ്. രോഗത്തിനുള്ള ശമനമാകുന്ന മരുന്നുണ്ടായിട്ടുള്ളതും അള്ളാഹുവിൻ്റെ ഹുക്കുമനുസരിച്ചാണ്. ഇത് രണ്ടും കൂടി യോജിച്ചാൽ രോഗത്തിൽ നിന്ന് ശിഫയുണ്ടാകുന്നു എന്നതും അള്ളാഹുവിൻ്റെ ഹുക്കുമാണ്. മനുഷ്യരിൽ ചിലർക്ക് ചില കാര്യങ്ങളിൽ കൂടിയാലോചിച്ചു ഭൗതിക കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന അനുവാദം ആകുന്ന ഹുക്കുമും ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. ചില ആളുകൾ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രം. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരൊന്നും ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അങ്ങനെ മനുഷ്യന്മാർക്ക് വല്ല വിഷയത്തിലും തീരുമാനമെടുക്കാൻ അനുവാദമുണ്ടെന്ന് വന്നാൽ അത് അള്ളാഹുവിൻ്റെ അധികാരം മനുഷ്യർക്ക് വകവെച്ച് കൊടുക്കലാണ്. അതിലൂടെ അവർക്ക് ചെയ്യുന്ന ഇബാദത്താണ്, അത് അവർക്കുള്ള ആരാധനയാണ്. ഹുക്മിനുള്ള അധികാരം റബ്ബിന് മാത്രമേയുള്ളൂ. അതുകൊണ്ട് വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലായിക ഹുമുൽ കാഫിറൂൻ, ഏത് വിഷയത്തിലും തീരുമാനിക്കാനും വിധി പറയാനും മനുഷ്യർക്ക് അധികാരമുണ്ട് എന്ന് കരുതിയാൽ അവർ കുഫറിൻ്റെ ആളുകളാണ്, കാഫിറുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖവാരിജുകൾ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സ്വഹാബികളെ വരെ തക്ഫീർ ചെയ്യുകയും മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ ആയുധമെടുത്ത് സായുധ വിപ്ലവത്തിനിറങ്ങുകയും ചെയ്തു. ആയത്തിനെ തെറ്റായി മനസ്സിലാക്കിയതാണ്. രണ്ട് സ്വഹാബികളെ മധ്യസ്ഥം പറയാൻ വേണ്ടി വെച്ചപ്പോൾ മനുഷ്യന്മാരെങ്ങനെ മധ്യസ്ഥം പറയും? ഹുക്കുമ് പറയേണ്ടത് അള്ളാഹുവാണ്, മനുഷ്യർ വിധി പറയാൻ പാടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും വോട്ട് ചെയ്യലും അതേപോലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കലും MLA ആയി മന്ത്രിയായൊക്കെ ഒരാൾ പാർലമെൻറ്റിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായാൽ അത് അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ സ്ഥാപിക്കലാണെന്നും ഷിർക്കാണെന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുമൊക്കെ പല ആളുകളും പല സന്ദർഭത്തിൽ പറയാനുള്ള കാരണം ഈ ആയത്തിനെ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്നാൽ ഈ ആയത്തിൽ പറയുന്നത് കറക്റ്റാണ്. കലിമത്തു ഹക്കിൻ, ഹക്കാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിന് തന്നെയാണ്. ആ റബ്ബ്, റഹ്മാനായ റബ്ബിൻ്റെ അധികാരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ത്? വ അമ്രുഹും ഷൂറാ ബൈനഹും, നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ കൂടിയാലോചിച്ചോളൂ. ആ ഹുക്കം എവിടുന്ന് കിട്ടി?
അള്ളാൻ്റെ അടുത്തുനിന്ന് കിട്ടി. അള്ളാഹു അനുവദിച്ചിട്ടില്ലായിരുന്നെങ്കിലോ അത് ചെയ്യാൻ പാടില്ല. ഏതുപോലെ അംലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ദീനിൽ വല്ലതും കടത്തിക്കൂട്ടാൻ നിങ്ങൾക്ക് വല്ല പങ്കാളികളുമുണ്ടോ? അപ്പം ശറഇൽ ശരീഅത്തിൽ ഒരു കാര്യം സ്വന്തമായി തീരുമാനിക്കാൻ പാടില്ല. ളുഹർ 4 എന്ന് പറഞ്ഞാൽ 4 തന്നെ, അസർ 4 എന്ന് പറഞ്ഞാൽ 4 തന്നെ, മഗ്രിബ് 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ, ഫജ്ർ 2 റക്അത്ത് എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് തന്നെ. എന്നാൽ വീട് ഓലയാവണോ ഓടാവണോ നമുക്ക് തീരുമാനിക്കാം. ടൈൽസ് ഇടണോ കാവി മതിയോ അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള വല്ലതും വേണോ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ റഹ്മാനായ റബ്ബ് മനുഷ്യർക്ക് അനുവാദം നൽകിയ മേഖല ഉണ്ട്. ഈ അനുവാദം ആരിൽ നിന്ന് വന്നതാണ്? ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ. എന്നാൽ ദീനിൻ്റെ കാര്യത്തിൽ അത് പാടില്ല. എന്തുകൊണ്ട്? ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ. വീട്ടിൽ കല്യാണത്തിന് കോഴി ബിരിയാണി വേണോ, ബീഫ് വേണോ, ഒട്ടകം വേണോ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ഉളുഹിയത്തിന് കോഴി നടക്കാൻ പറ്റൂല, അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. ഉളുഹിയത്തിന് കോഴിയില്ല, ആട് മാടൊട്ടകം. പക്ഷേ വീട്ടിലെ കല്യാണത്തിന് കോഴി ഇറക്കാം, മുയലിനെ ഇറക്കാം, ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? ഒന്നിൽ അള്ളാഹു അനുവാദം തന്നു, ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ. ആ ഹുക്കുമു വെച്ചിട്ടാണ് നമ്മൾ കല്യാണത്തിന് കോഴി ഇറക്കുന്നത്. എന്നാൽ ഉളുഹിയത്തിന് അത് പറ്റൂല. എന്തുകൊണ്ട്? ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മേഖലയിലും ഹുക്കുമ് തന്നിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ ഈ ആയത്ത് മാത്രം എടുക്കുകയും അതിൻ്റെ വിശാലതയെ അവർ കണ്ടില്ല എന്ന് വെക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ പറയുന്ന പോയിന്റ്, അതല്ലെങ്കിൽ ഇവിടെ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് റഹ്മാനായ റബ്ബിൻ്റെ ഖലാഉമായി ബന്ധപ്പെട്ട കൗനിയായ ഖദറിനെ കുറിച്ചാണ് പറയുന്നത്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്. ഏതു ഹുക്കുമിൻ്റെയും അധികാരം അള്ളാഹുവിനാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു മുസീബത്ത് വരണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ വാതിലിലൂടെ പ്രവേശിച്ചാലും ശരി, ഒരുപാട് വാതിലിലൂടെ പ്രവേശിച്ചാലും ശരി, നിങ്ങളെ ബാധിക്കേണ്ടത് നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും വീണ്ടും ഒരു പരീക്ഷണത്തിന് കൂടി ആ സഹോദരങ്ങൾ അവിടെ വിധേയമായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അവർക്ക് വീണ്ടും ഒരു പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്. എല്ലാ നിലക്കുമുള്ള വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. അലൈഹി തവക്കൽതു. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, അതിനോട് ചേർന്ന് പഠിക്കേണ്ട വാക്കാണ് അലൈഹി തവക്കൽതു. എൻ്റെ തവക്കുൽ അള്ളാഹുവിലാണ്, അസ്ബാബുകളിലല്ല. ശ്രദ്ധിക്കുക, അതാണ് പറഞ്ഞത്. വേറെ വാതിലിലൂടെ പോയാലും ഒറ്റ വാതിലിലൂടെ പോയാലും എൻ്റെ ഇഅ്തിമാദ് എന്ന് പറഞ്ഞാൽ ഞാൻ അവലംബിക്കുന്നത് ഈ സബബിലല്ല, അള്ളാഹുവിലാണ്. എന്നാൽ അസ്ബാബുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മളത് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവു ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ലം യുൻസിൽ ദാഅൻ ഇല്ലാ അൻസല ബിഹി ദവാഅ. മരുന്നില്ലാത്ത ഒരു രോഗവും അള്ളാഹു ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് ചികിത്സിക്കണം. അപ്പോൾ ചികിത്സ എന്താണ്? അസ്ബാബാണ്, കാരണമാണ്. എന്നാൽ രോഗം മാറ്റുന്നത് മരുന്നാണോ? അല്ല, അള്ളാഹുവാണ്. ലാ ഷാഫിയ ഇല്ല അൻത്, അള്ളാഹുവേ നീയല്ലാതെ ശിഫ നൽകുന്നവനില്ല. അതേപോലെ തന്നെ റുഖിയ ശർഇയ്യ, മതപരമായ മന്ത്രങ്ങൾ, ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങൾ. ആ മന്ത്രങ്ങളാണോ രോഗം മാറ്റുന്നത്? അല്ല, രോഗം മാറ്റുന്നത് അള്ളാഹുവാണ്. മന്ത്രം എന്താണ്? കാരണം മാത്രമാണ്, അസ്ബാബുകളാണ്. അതുകൊണ്ടാണ് റുഖിയ ശർഇയ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് എന്താണ്? മന്ത്രമാണ് രോഗം മാറ്റുന്നത് എന്ന് വിചാരിക്കരുത്. പിന്നെയോ അള്ളാഹുവാണ് രോഗം മാറ്റുന്നത്. മന്ത്രം അള്ളാഹു നിശ്ചയിച്ച കാരണമാണ്. അതുകൊണ്ട് തവക്കുൽ അള്ളാഹുവിലാണ്, കാരണങ്ങളിലല്ല. കാരണങ്ങൾ അള്ളാഹു പറഞ്ഞതുകൊണ്ട് നാം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അതേ സമയത്ത് പറഞ്ഞു എന്ത്? നിങ്ങൾ കാരണങ്ങളെ സമീപിക്കണം. തവക്കുലിൻ്റെ കൂടെ കാരണങ്ങളെ സമീപിക്കണം. അതെന്താണ്? എല്ലാവരും കൂടി ഒറ്റ വാതിലിലൂടെ പ്രവേശിക്കേണ്ട, വേറെ വേറെ വാതിലുകളിലൂടെ പ്രവേശിക്കുക. അപ്പോൾ അത് രണ്ടുമായി, ഇത് രണ്ടും കൂടി ഒത്തുവരുമ്പോഴാണ് അത് യഥാർത്ഥ തവക്കുലാകുന്നത് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം അതാണ്. വ അലൈഹി ഫലിയതവക്കലിൽ മുതവക്കിലൂൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകൾ റഹ്മാനായ റബ്ബിൽ ഭരമേൽപ്പിക്കട്ടെ. ഇവിടെ വ അലൈഹി മഫ്ഊലിനെ തഖ്ദീം ചെയ്തു.
അഥവാ മാത്രം എന്ന അർത്ഥം കിട്ടാനാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞതുപോലെ വഅലൈഹി ഫല്യതവക്കൽ. ഫിഅ്ല് പിന്നെ പറഞ്ഞത്, അള്ളാഹുവിന് ആദ്യം പറഞ്ഞു, അത് മാത്രം എന്നർത്ഥം കിട്ടാനാണ്. എന്ന് പറഞ്ഞാൽ തവക്കുൽ അള്ളാഹുവിൽ മാത്രം, വേറെ ആരിലും തവക്കുൽ ഉണ്ടാവാൻ പാടില്ല. തവക്കുൽ ഭരമേൽപ്പിക്കൽ അള്ളാഹുവിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ ആ നിലക്ക് പറഞ്ഞിട്ടുള്ളത് വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, തവക്കുലാക്കുന്നവർ അള്ളാഹുവിൽ തവക്കുലാകട്ടെ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അലല്ലാഹി തവക്കൽതു ഫവസിഖ്തു ബിഹി ഫീകും വഫീ ഹിഫ്ളികും അലയ്യ ഹത്താ യറുദ്ദകും ഇലയ്യ വഅൻതും സാലിമൂന മുആഫൂൻ. എൻ്റെയും മക്കളെ നിങ്ങളുടെയും സംരക്ഷണം, ഒരു ആപത്തുമില്ലാതെ നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരുന്ന കാര്യത്തിലൊക്കെ ഞാൻ പടച്ച റബ്ബിനെ ഏൽപ്പിക്കാണ്. ലാ അലാ ദുഖൂലികും മിസ്റ ഇദാ ദഖൽതുമൂഹാ മിൻ അബ്വാബിൻ മുതഫർരിഖ, അല്ലാതെ നിങ്ങൾ വ്യത്യസ്ത വാതിലുകളിലൂടെ പോവുക എന്നതിനെ ഞാൻ തവക്കുലാക്കുന്നില്ല. അത് തവക്കുലല്ല, അത് അസ്ബാബ് മാത്രമാണ്. തവക്കുൽ അല്ലാഹുവിലാണ് എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് നമുക്ക് കണ്ണേറിൻ്റെ വിഷയത്തിലാണെങ്കിലും ശരി, സിഹറിൻ്റെ വിഷയത്തിലാണെങ്കിലും ശരി, ഏത് വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഹുക്ം അള്ളാഹുവിനാണ് അതിൻ്റെ അധികാരം. അതുകൊണ്ട് ആരൊക്കെ സിഹർ ചെയ്താലും പടച്ച റബ്ബിൻ്റെ അനുവാദമല്ലാതെ അത് ഉപദ്രവിക്കൂല. വമാഹും ബിദ്വാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സിഹറിൻ്റെ ആയത്തിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതാണ്, ആരൊക്കെ സിഹർ ചെയ്താലും അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഒരു ഉപദ്രവവും സാഹിറുകൾക്കോ ജിന്നുകൾക്കോ നിങ്ങളെ ചെയ്യാൻ കഴിയില്ല, ഷെയ്ത്താനുകൾക്കോ നിങ്ങളെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അതുകൊണ്ട് തന്നെ മുവഹിദുകളായ ആളുകൾ എന്നും നിർഭയത്വത്തിലായിരിക്കും. സിഹർ ഉണ്ട് എന്നതുകൊണ്ട് അവർ പേടിച്ച് ജീവിക്കുന്നവരല്ല. കണ്ണേറുണ്ട് എന്നതുകൊണ്ട് പല ആളുകളും പറയുന്നത് അതാണ്, കണ്ണേറുണ്ട് എന്ന് വിശ്വസിച്ചാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ നിർഭയത്വം നഷ്ടപ്പെടൂലേ? സിഹർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ നിർഭയത്വം നഷ്ടപ്പെടൂലേ? ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. കാരണം അതെല്ലാം ഉള്ളതോടൊപ്പം അലൈഹി തവക്കൽതു വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. ഈ അഖീദ ഉള്ള ഒരാൾക്ക് ഒരിക്കലും തന്നെ നിർഭയത്വം നഷ്ടപ്പെടുകയില്ല. അൽ ഐനു ഹഖുൻ, കണ്ണേറ് സത്യമാണെന്ന് പറഞ്ഞ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർഭയനുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പേടിത്തൊണ്ടനായിരുന്നില്ല. കണ്ണേറുമായി ബന്ധപ്പെട്ട് 20-ലധികം സ്വഹീഹായ ഹദീസുകളുണ്ട്. ഈ ഹദീസുകളൊക്കെ പറഞ്ഞു തന്ന അള്ളാഹുവിൻ്റെ റസൂലും ആ ഹദീസുകളൊക്കെ കേട്ട സഹാബികളും പേടിച്ചരണ്ട് ജീവിക്കുകയായിരുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭയർ അവരായിരുന്നു. എന്നാൽ അവരിതിലൊക്കെ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഉള്ളതോടൊപ്പം റഹ്മാനായ റബ്ബിൽ ഭരമേൽപ്പിച്ച് നിർഭയനായി തീരുക എന്നതാണ് തൗഹീദിൻ്റെ പ്രത്യേകത. കള്ളനില്ല എന്ന് വിശ്വസിക്കലല്ല കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. കള്ളന്മാരും കൊള്ളക്കാരൊന്നുമില്ല, എന്നാൽ നിർഭയനാവോ? ഇല്ല. ഇതൊക്കെ നിങ്ങളെ ബാധിക്കും. എന്നാൽ കള്ളനുണ്ട്, അതുകൊണ്ട് നിർഭയനാവാൻ എന്ത് ചെയ്യണം? വാതിലും ജനലും ഒക്കെ ഭദ്രമായി പൂട്ടിയിട്ട് സമാധാനത്തിൽ കിടന്നുറങ്ങുക. അത് തന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു ത്രട്ടില്ല എന്ന് വിശ്വസിക്കലല്ല, ഉണ്ടെങ്കിൽ അതുള്ളതോടൊപ്പം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ ശ്രദ്ധിക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നിർഭയത്വം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനായിരിക്കെ മക്കളോട് പറഞ്ഞെന്താണ്? കണ്ണേറില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, നിങ്ങൾ ഒറ്റ വാതിലിലൂടെ തന്നെ പ്രവേശിച്ചോ എന്നാണോ? അല്ല. ദുഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യേ. അതേ സമയത്ത് നമ്മുടെ ഒക്കെ തവക്കുൽ വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, പടച്ച റബ്ബിൽ തവക്കുലാക്കുക. എന്നാൽ അതോടൊപ്പം കാരണങ്ങളെ നിങ്ങൾ സമീപിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല നിലക്ക് അള്ളാഹുവിൽ വരമേൽപ്പിച്ച വ്യക്തിത്വങ്ങളിൽ ഒന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്നാൽ പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നത്? ധൈര്യശാലി, ഞാനിതാ പോകുന്നു, എല്ലാവരും കണ്ടോളി, അങ്ങനെയാണോ? അല്ല. അസ്ബാബുകൾ സ്വീകരിക്കണം, കാരണങ്ങൾ സ്വീകരിക്കണം, എന്നിട്ട് പറയണം അള്ളാഹുവിൽ വരമേൽപ്പിക്കണം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്നത് എവിടെ ഇരുന്നിട്ടാ? സൗർ ഗുഹയിലിരുന്നിട്ട് ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അള്ളാഹു ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നിന്നതാണോ? അല്ല. സൗർ ഗുഹയിൽ ഇരുന്നിട്ടാ പറയുന്നത് ഇന്നല്ലാഹ മഅനാ. കാരണങ്ങളെ സമീപിച്ചിട്ട് റബ്ബിൽ തവക്കലാക്കുക. രണ്ടും കൂടി വരണം, രണ്ടും ഒരുമിച്ച് വരണം. അതാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം, ഇസ്ലാമിൻ്റെ അഖീദയുടെ ഭംഗി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ
വലമ്മാ ദഖലൂ മിൻ ഹൈസു അമറഹും അബൂഹും, അവരുടെ ഉപ്പ പറഞ്ഞതുപോലെ അവർ പ്രവേശിച്ചപ്പോൾ, വലമ്മാ ദഖലു, ദഖല യദ്ഖുലു ദുഖൂലൻ വലമ്മാ ദഖലു, അങ്ങനെ അവർ പ്രവേശിച്ചു, മിസ്റിലേക്ക് കടന്നു, അല്ലെങ്കിൽ കൊട്ടാരത്തിലേക്ക് കടന്നു. മിൻ ഹൈസു അമറഹും, അവരുടെ ഉപ്പ അവരോട് കൽപ്പിച്ചതുപോലെ, അമറ യഅ്മുറു അംറൻ അമറഹും അബൂഹും, അവരുടെ ഉപ്പ പറഞ്ഞതുപോലെ അവർ കേട്ടു, അവരുടെ ഉപ്പ പറഞ്ഞതുപോലെ അവർ കേട്ടു. മാ കാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ഷൈ, മാ കാന യുഗ്നി അൻഹും, അവർക്ക് ഉപകാരപ്പെടുമായിരുന്നില്ല ആ ദുഖൂല്, വ്യത്യസ്ത വാതിലുകളിലൂടെയുള്ള ആ പ്രവേശനം അവർക്ക് ഉപകാരപ്പെടുകയില്ല. മിനല്ലാഹി മിൻ ഷൈഇൻ, അള്ളാഹുവിൽ നിന്ന് ഒരു നിലക്കും, എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു ഖദർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ, ഇല്ലാ ഹാജതൻ ഫീ നഫ്സി യാഖൂബ, മറിച്ച് അവരങ്ങനെ ചെയ്തതും അപ്രകാരം അദ്ദേഹം പറഞ്ഞതുമൊക്കെ എന്തുകൊണ്ടായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇല്ലാ ഹാജതൻ, ഒരു ഹാജത്ത്, ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എവിടെ? ഫീ നഫ്സി യാഖൂബ, യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നഫ്സിൽ, മനസ്സിൽ ഒരു ഹാജത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഖളാഹ, അദ്ദേഹം നടപ്പിലാക്കിയ, അല്ലെങ്കിൽ നടപ്പിൽ വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച ഒരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖളാ യഖ്ദി, ഖളാ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടപ്പിൽ വരാൻ വേണ്ടി തീരുമാനിക്കുക. അപ്പോൾ യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിൽ ഒരു ഹാജത്ത് ഉണ്ടായിരുന്നു. ഈ ഹാജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വെറുതെയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരികയാണ്. അതെങ്ങനെ? വ ഇന്നഹു, നിശ്ചയമായും യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ലദൂ ഇൽമിൻ, ഇൽമുള്ള ആളായിരുന്നു, അറിവുള്ള ആളായിരുന്നു. ലദൂ ഇൽമിൻ, ദൂ ഇൽം എന്ന് പറഞ്ഞാൽ ആലിം, ആലിമിനാണ് ദൂ ഇൽം എന്ന് പറയാം. അദ്ദേഹം ആലിമായിരുന്നു. ഏത് വിഷയത്തിൽ? ലിമാ അല്ലംനാഹു, നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളിൽ ഇൽമുള്ള ആളായിരുന്നു. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, എന്നാൽ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ഇൽമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. അലിമ യഅലമു ഇൽമൻ, അറിവ് ഉണ്ടായിരിക്കുക. വലാകിന്ന അക്സറന്നാസി, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ലാ യഅലമൂൻ, അറിവില്ലാത്തവരാണ്. അപ്പോൾ ഇവിടെ വലമ്മാ ദഖലൂ മിൻ ഹൈസു അമറഹും അബൂഹും, ഉപ്പ പറഞ്ഞതുപോലെ, ഉപ്പ കൽപ്പിച്ചതുപോലെ അവർ പ്രവേശിച്ചു. മാ യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവർക്ക് ഒന്നും തന്നെ ഉപകാരപ്പെടുകയില്ല. ഇല്ലാ ഹാജതൻ ഫീ നഫ്സി യാഖൂബ ഖളാഹ, യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലുള്ള ആ ഹാജത്ത്. ആ ഹാജത്ത് എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചത്. അതിനപ്പുറത്ത് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി ഇന്ന ഹാജത്താണ് എന്ന് ഖുർആനിലില്ല, മർഫൂആയ ഹദീസുകളിലുമില്ല. എന്നാൽ പ്രഗത്ഭരായ സ്വഹാബികളിൽ നിന്നും താബീങ്ങളിൽ നിന്നും ഇപ്രകാരമുള്ള റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഏതെങ്കിലും നിലക്ക് പ്രവാചകനിൽ നിന്നോ മറ്റോ മനസ്സിലാക്കാതെ അവർ അങ്ങനെ പറയാനുള്ള സാധ്യതയും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തബാറക വ തആല അഅലം. എന്നാൽ ഈ ആയത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണത്? ചില ആളുകളുടെ ധാരണ ഇൽമ്, അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും നിഷേധിക്കലാണ് എന്നാണ്. എന്നാൽ സ്വന്തം മക്കളോട് പല ആളുകളും അതിനെക്കുറിച്ച് പറയും, അതൊക്കെ അന്ധവിശ്വാസമാണ്, അതൊക്കെ കണ്ണേറ്, അന്ധവിശ്വാസമാണ്. ഇൽമുള്ള ആളുകൾക്ക് അതൊക്കെ ജാഹിലുകൾ പറയേണ്ടതാണ്, ആലിമുകൾ പറയേണ്ടതല്ല. കണ്ണേറ്, സിഹ്ർ തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ പറയുന്നവരുണ്ട്. എന്നാൽ നോക്കൂ, നിങ്ങൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, നിങ്ങൾ ഒരു വാതിലിലൂടെ കടക്കരുത്, വ്യത്യസ്ത വാതിലുകളിലൂടെ കടക്കണം. അത് ജഹാലത്തല്ല, അത് ഇൽമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വ ഇന്നഹു ലദൂ ഇൽമിൻ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഈ ഇൽമ എവിടുന്ന് കിട്ടി? സ്വന്തമായിരുന്നോ? അല്ല, ലിമാ അല്ലംനാഹു, അദ്ദേഹത്തിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അള്ളാഹു പറയാണ്, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്. കാരണം അമ്പിയാക്കൾക്ക് പ്രത്യേകമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹയുണ്ട്. മനുഷ്യന്മാർക്കുള്ള ഇൽമ മുഴുവൻ അള്ളാഹുവിലേക്കാണ് ചേർത്ത് പറയുന്നത്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനറിയാത്തതെല്ലാം അള്ളാഹുവാണ് പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് തന്നെ പ്രവാചകന്മാർക്കുള്ള പ്രത്യേകത, അള്ളാഹു പ്രത്യേകമായി അവർക്ക് വഹി നൽകും. ആ അടിസ്ഥാനത്തിൽ മനുഷ്യൻ എന്നുള്ള നിലക്കും ഒരു നബി എന്നുള്ള നിലക്കും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഇൽമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, ഇല്ലാ ഹാജതൻ ഫീ നഫ്സി യാക്കൂബ ഖളാഹ,
യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലുണ്ടായിരുന്ന ഹാജത്ത് എന്ന് പറയുന്നത് വഹുവ മൂജിബു ഷഫഖതി വൽ മഹബ്ബതി ലിൽ ഔലാദ് ഫഹസല ലഹു ഫീ ദാലിക നൗഉ ത്വമഅനീന വഖളാഇ ലിമാ ഫീ ഖാതിരിഹി. അദ്ദേഹത്തിന് മക്കളോടുള്ള ഇഷ്ടം, സ്നേഹം എന്നുള്ളത് ഏതൊരു ഉപ്പയെയും നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മക്കളുടെ സംരക്ഷണത്തിന് ആവശ്യമെന്ന് ഉപ്പാക്ക് തോന്നുന്ന ഒരു കാര്യങ്ങൾ ഉപ്പ പറയും, പിതാവ് പറയും. ആ പിതാവ് അത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനം കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണ്? ഏതൊരാളുടെയും സംരക്ഷണം ഇന്നെന്ന കാര്യത്തിലാണെന്ന് ബോധ്യമുള്ള ഒരാൾ അത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ്. പ്രത്യേകിച്ചും തൻ്റെ മക്കൾ, അവർ തൻ്റെ മക്കളിൽ ഒരാളെ അപായപ്പെടുത്തിയവരാണെന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്കറിയാം. എന്നാലും എൻ്റെ മക്കൾക്ക് ഇനിയും ഒരു പ്രയാസം ഉണ്ടാവരുത്. ആ ഉപ്പയുടെ നിസ്വാർത്ഥതയാണ്, ആ മഹബത്താണ്, ആ സ്നേഹമാണ്, മക്കളോടുള്ള വാത്സല്യം. അവരെങ്ങനെയുള്ളവരായാലും ശരി, അവർക്കൊരു ഉപദ്രവം ഉണ്ടാകുന്നത് ഒരു ഉപ്പയും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആ പിതാവ് പറയാണ്, മക്കളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, നിങ്ങൾക്കൊരു അപകടം പറ്റാതിരിക്കാനാണ്. അത് പറയുന്നതിലൂടെ അദ്ദേഹത്തിന് തൻ്റെ കർത്തവ്യം നിർവഹിച്ചു എന്ന ബോധ്യവും അതിലൂടെ ഒരു സമാധാനവും അദ്ദേഹത്തിന് ലഭിക്കും. മാത്രവുമല്ല, മക്കളിൽ എല്ലാവർക്കും തന്നെ ഉപ്പ പറഞ്ഞതിൻ്റെ പൊരുൾ അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷയം രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത്. മക്കൾ പിതാവിനെ അനുസരിച്ച് പ്രവേശിച്ചു എന്ന് പറഞ്ഞിടത്താണ് ഈ പോയിന്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇല്ലാ ഹാജതൻ ഫീ നഫ്സി യാക്കൂബ ഖളാഹ. എന്നാൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് മക്കളോട് പറയുന്നിടത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. എന്താ കാരണം? അതിൽ ദഖീഖായ ഒരു പോയിന്റ് ഉണ്ട്. എന്താണത്? വലമ്മ ദഖലൂ മിൻ ഹൈസു അമറഹും അബൂഹും. ഉപ്പ പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു. നോക്കൂ നിങ്ങൾ ആ മക്കൾ ചെയ്തത്. അതിലെ യുക്തിയെക്കുറിച്ച് അവർ അന്വേഷിച്ചില്ല. എന്താണ് ഉപ്പ ഈ പറഞ്ഞതിൽ? ഇതിലിപ്പോൾ എന്ത് യുക്തിയാണുള്ളത്? ഇത് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. അവർ ഒരു തവണ പോയി വന്നതല്ലേ? ഒരു തവണ അവർ പോയി വന്നതാണ്. ഇത് രണ്ടാമത്തെ പോക്കാണ്. ആ രണ്ടാമത്തെ പോക്കിലാണിത് പറയുന്നത്. അപ്പോൾ അതിലിപ്പോൾ എന്ത് കാര്യമാണുള്ളത്? വെറുതെ ഉപ്പ പറയുന്നത് കേട്ട് നമ്മൾ സമയം കളയണ്ടെന്ന് കരുതിയില്ല അവർ. മറിച്ച് ഉപ്പ പറഞ്ഞതും അവർക്ക് ഓർമ്മയുണ്ട്. എന്ത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലും അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ ദഫൈ ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർ അങ്ങനെ പ്രവേശിക്കാനുള്ള കാരണം ഇല്ലാ ഹാജതൻ ഫീ നഫ്സി യാക്കൂബ ഖളാഹ. ഉപ്പാക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉപ്പാനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ഉപ്പാക്ക് മനസ്സമാധാനം കിട്ടും, ശാന്തി കിട്ടും. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അപ്പം രണ്ട് നിലക്കും ഉപ്പ അങ്ങനെ പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി, മക്കൾ അങ്ങനെ ചെയ്തതും അദ്ദേഹത്തിൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി. ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഇദി റഹിമഹുല്ല പറയുന്നു, വ ഇന്നഹു ലദു ഇൽമിൻ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇൽമുള്ള ആളായിരുന്നു. ഐ ലിസാഹിബി ഇൽമിൻ അദീം. ലസാഹിബി ഇൽമിൻ അദീം, വലിയ ഇൽമുള്ള ആളായിരുന്നു. ലിമാ അല്ലംനാഹു ഐ ലിതഅലീമിനാ ഇയ്യാഹു എന്ന് പറഞ്ഞാൽ നാം ആണ് പഠിപ്പിച്ചു കൊടുത്തത്, സ്വയം നേടിയതല്ല. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ. ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നത് ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ്. പിന്നെ പഠിക്കാനുള്ള കാതും കണ്ണും ഹൃദയവും അള്ളാഹു നൽകി. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. ഇൽമ് നേടാനുള്ള വസീലകൾ, മാധ്യമങ്ങൾ, മാർഗങ്ങൾ അള്ളാഹു നൽകി. അതിലൂടെ നിങ്ങൾ പഠിക്കുക. അതിനു പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കറിയാത്തതെല്ലാം വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മത വഅല്ലമക മാ ലം തകുൻ തഅലം, നിങ്ങൾക്കറിയാത്തതൊക്കെ ഖുർആൻ അവതരിപ്പിച്ചും സുന്നത്തായ വഹയിലൂടെയും പഠിപ്പിക്കുന്നു. അപ്പോൾ രണ്ടും അള്ളാഹുവിൽ നിന്നുള്ള ഇൽമാണ്. അതുകൊണ്ട് തന്നെ ഇത് റബ്ബ് പഠിപ്പിച്ചതാണ്. ലാ ബിഹൗലിഹി വഖുവ്വതിഹി അദ്റകഹു. ശരിക്കും ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല ഇൽമ് നേടിയത്. നാമൊക്കെ എന്തൊരു ഇൽമ് നേടുന്നുണ്ടോ റബ്ബിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണത് നേടാൻ കഴിയുന്നത്. പടച്ചോൻ്റെ തൗഫീഖാണ്. എല്ലാവരും കേൾക്കുന്നത് ഒരേ കാതുകൊണ്ടായിരിക്കാം, പക്ഷേ എല്ലാവർക്കും മനസ്സിലാവുന്നത് ഒരേ രൂപത്തിലല്ല. എല്ലാവരും കാണുന്നത് ഒരേ കണ്ണുകൊണ്ടും ഒരേ ആയത്തുമായിരിക്കാം, പക്ഷേ ആ ആയത്ത് കണ്ട എല്ലാ കണ്ണുകളും ഒരേപോലെ അല്ല ആ ആയത്തിനെ കണ്ടിട്ടുള്ളത്. എല്ലാവരുടെയും ഹൃദയവും ചിന്താശേഷിയും ഒരുപോലെ ആയിരിക്കാം, പക്ഷേ ഒരായത്തും ഹദീസും എല്ലാവർക്കും ഒരുപോലെയല്ല മനസ്സിലാവുന്നത്. റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് ഇന്നഹു ലദു ഇൽമിൻ ലിമാ അല്ലംനാ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഹിളർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോഴും ഹിളർ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട ഇൽമിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നാം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൽമുള്ള ആൾ എന്നാണ് അവിടെ ഉപയോഗിച്ചത്. അദ്ദേഹം സ്വയം എന്നല്ല. എന്ന് പറഞ്ഞാൽ ഇൽമിനെ ഒരിക്കലും നാം നമ്മിലേക്ക് ചേർത്ത് പറയരുത്. വഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം. ഏതൊരു ഇൽമിൻ്റെ ഉള്ള ആളുടെയും മേലെ
അറിവാളനായ മറ്റൊരാളുണ്ട്. അത് ചെന്ന് അവസാനിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിലാണ്. എല്ലാ അറിവുകളുടെയും ആ കേന്ദ്രമെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ്റെ ഇൽമിൽ നിന്ന് അള്ളാഹു വിട്ടു തരുന്നത് മാത്രമേ നമുക്കറിയൂ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നിങ്ങൾക്ക് കരഗതമാക്കാൻ കഴിയുള്ളൂ. പ്രപഞ്ചത്തെക്കുറിച്ച് ഒരാൾ തലകുത്തി മറിഞ്ഞു പഠിച്ചാലും പടച്ച റബ്ബ് പെർമിഷൻ തന്ന ഒരു പോയിന്റിനപ്പുറത്തേക്ക് പഠിക്കാൻ കഴിയില്ല. നിങ്ങൾ ഏത് ടെക്നോളജി കൊണ്ടുവന്നാലും ഏത് സയൻസ് കൊണ്ടുവന്നാലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ അള്ളാഹു ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. യുക്തിവാദത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അതാണ്. അവർ യുക്തിയെ അവലംബിക്കുന്നു. മനുഷ്യബുദ്ധി ആത്യന്തികമാണ്, അതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നില്ല എന്നാണ് അവർ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിവരവുമില്ലാത്ത വിവരദോഷിയും ജൽപ്പിക്കുന്നത് അയാളുടെ യുക്തി പ്രപഞ്ച സൃഷ്ടാവിനെ ചോദ്യം ചെയ്യാൻ മാത്രം വലുതാണ് എന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല. മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് കണ്ണും കാതും കണ്ടും കേട്ടും മനസ്സിലാക്കുന്നതിനെ അപഗ്രഥിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയതാണ് തലച്ചോറ്. എല്ലാം കാണാൻ കണ്ണിന് കഴിയുമോ? ഇല്ല. എങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറിനും എല്ലാം ആ കണ്ണുകൊണ്ട് കണ്ട എല്ലാറ്റിനെയും ഗ്രഹിക്കാൻ തലച്ചോറിനും കഴിയില്ല. എല്ലാം കേൾക്കാൻ മനുഷ്യന് കഴിയുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് എല്ലാം കാണാൻ കണ്ണിന് കഴിയാത്തതുപോലെ, എല്ലാം കേൾക്കാൻ കാതിന് കഴിയാത്തതുപോലെ എല്ലാറ്റിനെക്കുറിച്ചും ചിന്തിച്ച് നിഗമനത്തിലെത്താൻ മനുഷ്യബുദ്ധിക്കും സാധ്യമല്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. റഹ്മാനായ റബ്ബ് ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും തന്നെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് പിടിച്ചെടുക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ വ ഇന്നഹു ലദു ഇൽമിൻ, അദ്ദേഹം ഇൽമുള്ള ആളായിരുന്നു. ലിമാ അല്ലംനാഹു, ആ കാര്യം നാമാണ് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അറിവ് നേടുന്നില്ല. ആ അറിവ് നേടാത്തത് കൊണ്ട് തന്നെ അവർ പല വിഷയത്തിലും അജ്ഞരാണ്. അതുകൊണ്ട് ഇൽമിനെ ജഹ്ലായും ജഹാലത്തിനെ ഇൽമായും അവർ മനസ്സിലാക്കുന്നു. അറിവിനെ വിവരക്കേടായിട്ടാണ് പലരും വ്യാഖ്യാനിക്കുന്നത്, ജഹാലത്തിനെ ഇൽമായിട്ടും വ്യാഖ്യാനിക്കുന്നു. അത് ലോകാവസാനത്തിൻ്റെ അടയാളമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യസമയത്തിൻ്റെ അടയാളമാണ് അൻ യുർഫഅൽ ഇൽമു വയസ്ബുതൽ ജഹ്ലു, ഇൽമു ഉയർത്തപ്പെടും, ജഹാലത്ത് സ്ഥാപിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഇൽമുണ്ടാവില്ല, ജഹാലത്തായിരിക്കും ഉണ്ടാവുക. ആ ജഹാലത്ത് ഇൽമ എന്ന് വിചാരിച്ച് ആളുകൾ അത് പഠിച്ചും പ്രചരിപ്പിച്ചും നടക്കുകയും ചെയ്യും. വല്ലാഹുൽ മുസ്തആൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ ചെയ്തി, അദ്ദേഹം ഇൽമുള്ള ആളാണെന്നറിയാവുന്ന മക്കൾ അക്ഷരം പ്രതി ഉപ്പ പറഞ്ഞതനുസരിച്ചു. അതിലെ ഹിക്മത്തിനെ കുറിച്ച് ചോദിച്ചില്ല. ഇന്ന് മക്കളൊക്കെ മാതാപിതാക്കൾ ഹിക്മത്തുള്ള കാര്യം പറഞ്ഞാൽ പോലും മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാത്ത മക്കളാണ്. എന്നാൽ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് അതേപോലെ അവർ അനുസരിച്ചു. കാരണം ഉപ്പയുടെ ഇൽമിനെക്കുറിച്ച് ആ മക്കൾക്ക് ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതും ഇൽമിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ഇത്തരം വിഷയങ്ങളിൽ ഇൽമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ശരിയായ നിലപാടുകളല്ല അവർ സ്വീകരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. 69 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലമ്മാ ദഖലു അലാ യൂസുഫ, അങ്ങനെ അവർ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. ആവാ ഇലൈഹി അഖാഹു, അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സഹോദരനെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. ആവാ യുവി ഈവാൻ, ആവാ എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് ചേർത്ത് വെക്കുക, അഭയം നൽകുക. അഭയം നൽകി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആവാ ഇലൈഹി അഖാഹു, കാരണം സഹോദരനെ വളരെ പെട്ടെന്ന് മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു, ഖാല ഇന്നി അന അഖൂക്, ഞാൻ നിൻ്റെ സഹോദരനാണ്, നിൻ്റെ സഹോദരൻ യൂസുഫാണ് ഞാൻ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫലാ തബ്തഇസ്, നീ വിഷമിക്കണ്ട. ഇബ്തഅസ എന്ന് പറഞ്ഞാൽ വിഷമിക്കുക. ഇബ്തഅസ യബ്തഇസു ഇബ്തിആസൻ, വിഷമിക്കുക. ഫലാ തബ്തഇസ്, നീ വിഷമിക്കണ്ട. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. എന്ന് പറഞ്ഞാൽ മറ്റൊരു ഉമ്മയിലുള്ള മക്കളാണ് എന്നുള്ള നിലക്ക് ഇവരുടെ ഈ സഹോദരങ്ങളുടെ ഉമ്മ വേറെയാണ്. അതുകൊണ്ട് തന്നെ പല നിലക്കും അവർ ഈ രണ്ട് സഹോദരങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നു. എൻ്റെ ആ നാട്ടിൽ നിന്ന് ഞാൻ പോകുന്നതിന് ശേഷവും ഒരുപക്ഷെ നിനക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ അവരിൽ നിന്നുണ്ടായിട്ടുണ്ടാകാം. അവരുടെ അസൂയയും മറ്റും കാരണത്താൽ പല പ്രശ്നങ്ങളും നിനക്കുണ്ടാവാം. ഫലാ തബ്തഇസ്, സങ്കടപ്പെടണ്ട. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് നീ സങ്കടപ്പെടണ്ട എന്ന് ബിനിയാമീനിനോട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇബ്നു ജരീർ അത്ബരി ഇബ്നു ഇസ്ഹാഖിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം,
സഹോദരങ്ങൾ കടന്നു വന്നപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിൽ നിന്ന് ബെന്യാമീനിനെ വേർതിരിച്ച് തന്നെ മനസ്സിലായി. പക്ഷേ അവിടെ വെച്ച് അവരെല്ലാം കേൾക്ക പറയാൻ പറ്റൂലല്ലോ, അപ്പോൾ ആളെ മനസ്സിലാവും. അതുകൊണ്ട് എന്ത് ചെയ്തു? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എല്ലാവർക്കും ഇന്ന് രാത്രി ഇവിടെ തങ്ങാം, നിങ്ങളെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് രാത്രി ഇവിടെ തങ്ങാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 2 പേര് വെച്ച് ഒരു റൂമിൽ 2 ആളുകൾ. അങ്ങനെ എണ്ണി നോക്കിയപ്പോൾ ബെന്യാമീൻ മാത്രം ഒറ്റക്കായി. ആ എണ്ണം അദ്ദേഹം നേരത്തെ മനസ്സിൽ നിശ്ചയിച്ചാണ്. ഈ കുട്ടി ഒറ്റക്കായല്ലോ, സാരമില്ല, എൻ്റെ കൂടെ കിടക്കാം, എൻ്റെ കൂടെ, ഈ കുട്ടിക്ക് കൂട്ട് ഞാൻ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയും അങ്ങനെ അവർ ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു. ആ സന്ദർഭത്തിലാണ് സഹോദരന്മാർ കേൾക്കാതെ പറഞ്ഞത്, ആവാ ഇലൈഹി അഹ. അതാണ് ആവാ എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് മഅ്വ എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുന്ന, താമസിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥമാണ്. താമസിക്കുന്ന, അഭയം തേടിയിരിക്കുന്ന, വിശ്രമിക്കുന്ന സ്ഥലത്തിനാണ് മഅ്വ എന്ന് പറയുന്നത്. അപ്പോൾ ആവാ ഇലൈഹി എന്നത് അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. അങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, ഇന്നി അന അഖൂഖ്, ഞാൻ നിൻ്റെ സഹോദരനാണ്, ഞാൻ യൂസുഫാണ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെക്കുറിച്ച് സങ്കടപ്പെടേണ്ട, എല്ലാത്തിനും നിവൃത്തി വരാൻ പോകുന്നു, എല്ലാത്തിനും പരിഹാരം വരാൻ പോകുന്നു, എല്ലാത്തിനും ഏറ്റവും നല്ല സുൽഹ് വരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അനുജന് നൽകുകയും ചെയ്തു. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് ലഭിക്കുന്ന മഹത്തായ ഇൽമുകൾ ഗ്രഹിക്കുകയും അതിലൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന, അള്ളാഹുവിൻ്റെ സക്കീനത്ത് ഇറങ്ങുന്ന, മലക്കുകളുടെ സാന്നിധ്യവും മലക്കുകളുടെ പ്രാർത്ഥനയും ഉണ്ടാകുന്ന ഒരു സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു മാറ്റട്ടെ. ആ നിലക്കുള്ള ഖൈറാത്തുകളും ബറക്കാത്തുകളും അറിവിൻ്റെ ഈ മജ്ലിസിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, അൻഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു, കാരണം നിങ്ങൾ അറിവിൻ്റെ മജ്ലിസിൽ ഇരുന്നവരാണ്, അതുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി പോയിക്കൊള്ളൂ എന്ന് വിളിച്ചു പറയപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ് അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന സദസ്സുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു സദസ്സാക്കി അള്ളാഹു ഇതിനെ മാറ്റട്ടെ. നാളെ യഥാർത്ഥ സ്വർഗലോകത്ത് ആ ഒരു സ്വർഗത്തിൻ്റെ പൂന്തോപ്പിൽ ഇതേപോലെ മുഖാമുഖം ഇരുന്നു കൊണ്ട് സംസാരിക്കുവാനും ആഹ്ലാദിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഇണകൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.